സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ആണവായുധ കരാർ പ്രാബല്യത്തിലായി. രണ്ട് ഊർജ മന്ത്രിമാർ, അമേരിക്കയുടെയും സൗദി അറേബ്യയുടെയും ഊർജ മന്ത്രിമാർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പര ധാരണ കരാറിൽ ഒപ്പുവെച്ചു. ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ സൗദി അറേബ്യ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് അമേരിക്കയെ സമീപിച്ചിട്ടിരുന്നെങ്കിലും അമേരിക്ക 100% അതിനെ എതിർക്കുകയാണ് ചെയ്തത്. എല്ലാ ഭരണാധികാരികളും, ഒബാമ മുതൽ ജോർജ് ബുഷ്, ഇപ്പോഴത്തെ ട്രംപ്, ഇതിന് മുൻപത്തെ ബൈഡന്, അങ്ങനെ ജിമ്മി കാർട്ടർ മുതൽ ഇങ്ങോട്ട് എണ്ണിക്കഴിഞ്ഞാൽ ഒരു നീണ്ട പരമ്പര തന്നെ അമേരിക്കൻ്റെ പ്രസിഡന്റുമാർ അറേബ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യക്ക് ആണവായുധം നൽകുന്നതുമായി ബന്ധപ്പെട്ടോ സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചോ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് തുറന്നു പറഞ്ഞ ഭരണാധികാരികളാണ്. ഇതിന് രണ്ട് കാര്യമാണ് വിലയിരുത്തുന്നത്. അതിലൊന്ന്, സൗദി അറേബ്യ മുന്നോട്ട് വെച്ച പ്രധാനമായിരിക്കുന്ന വിഷയം സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവായുധം അല്ലെങ്കിൽ ആണവ ഊർജം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകണം. അതാണ് ഒരു കാര്യം പറയുന്നത്. അത് ആണവായുധവുമായി ബന്ധപ്പെട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. സമാധാന ആവശ്യത്തിന് വേണ്ടി ആണവോർജം നിർമ്മിക്കാനുള്ള അനുമതി പത്രമാണ് ചോദിച്ചത്. രണ്ടാമത്തത്, ആണവായുധമുള്ള രാജ്യം, ആ രാജ്യങ്ങൾ എപ്പോഴും അവരുടെ രാജ്യത്തിന് ഒരു സുപ്രധാനമായിരിക്കുന്ന ഒരു സുരക്ഷാ ഭിത്തി ഉണ്ടാവും. മിഡിൽ ഈസ്റ്റിൽ ഏക ആണവായുധ ഉള്ള രാജ്യമെന്ന് പറയുന്നത് ഇസ്രായേലാണ്. മറ്റെല്ലാ രാജ്യവും ഇസ്രായേലിൻ്റെ ഒരു ഭീഷണിക്ക് മുമ്പിൽ പലപ്പോഴും പതറിപ്പോവുക സ്വാഭാവികമാണ്. ഇപ്പം ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ട് എന്നും ഇല്ല എന്നും രണ്ട് അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഏതൊരു അഭിപ്രായമാണെങ്കിലും ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബന്ധം ഇറാൻ ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും സ്ഥിരീകരിക്കപ്പെട്ടതുമാണ്. ഈ തരത്തിലാണ് ഈ വിഷയങ്ങൾ പോകുന്നത്. അപ്പോൾ ഇറാനുമായിട്ട് കൊമ്പ് കോർക്കാൻ തുടങ്ങിയിട്ട് സൗദി അറേബ്യ ഏകദേശം 8-10 വർഷത്തോളം ആ വിഷയം ഉണ്ടായിരുന്നു. 8 കൊല്ലത്തോളം ഹൂത്തി വിമതരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, പിന്നീട് അതിന് മുൻപ് പതിറ്റാണ്ടുകളോളം ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നേരിട്ടുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം ഹജ്ജ് പോലും തടയപ്പെട്ടിരുന്നു സൗദി അറേബ്യ ഇറാനികൾക്ക്. അപ്പോൾ ഇറാൻ മുസ്ലിം മേഖലയിലെ ഏറ്റവും ശക്തി ദുർഗമായിരിക്കുന്ന രാജ്യമാണ്. വെറും ആയുധം മാത്രമല്ല ഇറാൻ്റെ കൈവശത്തിലുള്ളത്. ഇറാൻ്റെ കൈവശത്തിലുള്ള ആയുധത്തിനപ്പുറമായ രീതിയിൽ യുദ്ധതന്ത്രങ്ങളും യുദ്ധം ചെയ്യാൻ ധൈര്യശാലികളായിരിക്കുന്ന സൈനികരും, അവർക്ക് ലോക രാജ്യങ്ങൾ, സൈനിക ശക്തിയായിരിക്കുന്ന റഷ്യയും ചൈനയുമായിട്ട് അഭേദ്യമായിരിക്കുന്ന ബന്ധമുണ്ട്. അപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാന് അതിജീവിക്കാൻ സാധിക്കുകയും ചെയ്യും. ഏതൊരു യുദ്ധമുഖത്താണോ അവരുള്ളത് അതിനെ വിജയിക്കാനും സാധിക്കും. ഇപ്പോഴത്തെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷ സ്ഥിതി കാര്യങ്ങളൊക്കെ നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇറാന് മുമ്പിൽ പല ഘട്ടങ്ങളിൽ പതറിപ്പോകുന്ന സൗദി അറേബ്യക്ക് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ വേണ്ടി സാധിക്കുക ആണവായുധം കൈവശത്തിൽ വെക്കുന്ന സമയത്താണ് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ രാജ്യം എന്ന നിലക്ക് സൗദി അറേബ്യ അതിന് അവകാശികളാണ് എന്ന് പല ഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് അമേരിക്ക അതിന് മുടക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടെണ്ണമാണ്. ഒന്ന്, ഊർജാവശ്യം എന്ന് പറയുന്ന സമയത്ത് പെട്രോളിയം, ഡീസൽ പോലെയുള്ള സംവിധാനമാണ്. അതിന് ആണവോർജത്തേക്കാൾ ഏറ്റവും എളുപ്പവും സുഖകരമായി നിർമ്മിക്കാൻ സാധിക്കുന്നതും പെട്രോളിയം കൊണ്ടാണ്. പെട്രോളിയം, ഡീസൽ പോലെയുള്ള സംവിധാനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ ലഭ്യമാകുന്ന രാജ്യം കൂടിയാണ് അറേബ്യൻ രാജ്യങ്ങൾ. അതുകൊണ്ട് ഇത്രയും കാലം അവർ ഉണ്ടാക്കുന്നതും നിലവിലെ വർത്തമാന സാഹചര്യത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമെല്ലാം ഡീസൽ കൊണ്ടാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. വലിയ രീതിയിലുള്ള ചിലവ് കിട്ടുകയില്ല. അതില്ലാത്ത രാജ്യങ്ങൾ, ഡീസൽ ടാങ്കുകൾ, ഡീസൽ കിണറുകൾ, അതായത് എണ്ണക്കിണറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യുറേനിയം സമ്പുഷ്ടീകരിച്ചുകൊണ്ടോ യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഈ ഊർജം ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പോൾ ഇതാണ് ഒരു മുടക്ക് പറഞ്ഞത്. രണ്ടാമത്തത് അമേരിക്ക പറഞ്ഞ മുടക്ക് ഒന്നതാണ്.
രണ്ടാമത്തത്, ആണവായുധമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പൂർണ്ണമായിരിക്കുന്ന സംരക്ഷണവും സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും 100% ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദി, ഞങ്ങൾ നിർവഹിക്കും. ഒരു രാജ്യവും നിങ്ങൾ ആക്രമിക്കുകയില്ല. ആക്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അമേരിക്കക്ക് നേരെയുള്ള ഒരു ആക്രമണമായിട്ട് കണ്ടുകൊണ്ട് ഞങ്ങളതിനെ പ്രതികരിക്കും. ഇതാണ് രണ്ടാം ഘട്ടത്തിൽ അവർ മറുപടി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എണ്ണ ആവശ്യം, അതായത് അവരുടെ ഊർജ ആവശ്യവും അമേരിക്ക തള്ളി. അതോടൊപ്പം തന്നെ സംരക്ഷണ ഭയവും അമേരിക്ക ഏറ്റെടുത്തു. ഇതോടെ പ്രത്യേകിച്ചൊന്നും അമേരിക്കക്ക്, സൗദി അറേബ്യക്ക് പറയാനില്ലാത്തൊരു സാഹചര്യമാണ്. അതാണ് ഇവിടെ ഏറ്റവും വലിയ വിഷയം. അവരോട് ഒന്നും സംസാരിക്കാനില്ലാത്ത ഒരു സാഹചര്യം പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളത് കൃത്യമാണ്. ഇതിനെ അതിജീവിച്ച് കയറണം. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാലങ്ങൾ അങ്ങനെ നീണ്ടുപോയി. ഭരണാധികാരികൾ വരുന്നു, രാജ്യം സന്ദർശിക്കുന്നു, സന്ദർശിക്കുന്ന സമയത്ത് വലിയ കരാർ വ്യവസ്ഥകളൊക്കെ ഉണ്ടാക്കുന്നു. പണം ഡെപ്പോസിറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസ്ഥ നമുക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് രൂക്ഷമായിരിക്കുന്ന കൂട്ടക്കുരുതി ഇസ്രായേൽ ഗസയ്ക്ക് മേലെ നടത്തുന്ന സമയത്താണ് അറേബ്യൻ രാജ്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കുന്നു. ഖത്തർ ട്രംപിനൊരു വിമാനം തന്നെ നൽകുന്നു സമ്മാനമായിട്ട്. ദശകോടികളുടെ കരാർ വ്യവസ്ഥയാണ്. അതായത് അമേരിക്കയുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. അത് UAE ഉണ്ട്, സൗദി അറേബ്യ ഉണ്ട്, അങ്ങനെ പോകുന്നു. അപ്പോഴും ഇവർ ഈ പറയുന്ന ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, അഥവാ അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കക്ക് മുൻപാകെ നിർദ്ദേശം വെക്കുന്ന ഒരു കാര്യവും അവർ സ്വീകരിക്കുകയില്ല. പകരം എന്ത് ചെയ്യാറുണ്ട്? അമേരിക്ക മുന്നോട്ട് വെക്കുന്നത് അറേബ്യൻ രാജ്യങ്ങൾ സ്വീകരിക്കേണ്ട ഒരു സ്ഥിതി വരാറുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ നിലവിൽ റൂട്ട് മാറി സഞ്ചരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാനെ പിടിച്ചു കെട്ടാൻ വേണ്ടി സാധിക്കുകയില്ല. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോഴും തലവേദനയാണ്. 12-ാം ദിവസം കഴിഞ്ഞിട്ടും ആക്രമണത്തിന് യാതൊരു കുറവുമില്ല. അതായത് അമേരിക്ക ഇറാൻ ആക്രമിച്ചതിന് കുറവില്ല. ഇറാൻ അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങൾ ആക്രമിച്ചതിന് എന്തെങ്കിലും ഒരു നിയന്ത്രണം ചെയ്തിട്ടുണ്ടോ? അതുമില്ല. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തമായിരിക്കുന്ന ആക്രമണം നടക്കുന്നു. അങ്ങനെ അമേരിക്കയെ ആക്രമിക്കാൻ വേണ്ടി ശക്തിയുള്ള ലോകത്തെ ഒരേ ഒരു രാജ്യം വേണമെങ്കിൽ ഇറാൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. കാര്യം റഷ്യയും ചൈനയും പോലും ഇതുവരെ അമേരിക്കയുമായി നേർക്കുനേരെ ഒരു യുദ്ധത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇറാൻ അത് പറയുന്നുണ്ട്, ഇറാൻ അത് ആവർത്തിക്കുന്നുണ്ട്. ഞങ്ങൾ വേണമെങ്കിൽ ഇനിയും ചെയ്യും എന്ന് പറയുന്നുണ്ട്, യുദ്ധത്തിന് തയ്യാറാണെന്ന്. സമാധാന വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇറാൻ ഇപ്പോൾ സംസാരിക്കുന്ന പോലുമില്ല. ഞങ്ങൾ സമാധാനം ആവശ്യമില്ല എന്നാണ് പറയുന്നത്, യുദ്ധം കൊണ്ട് നേരിടും എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു രാഷ്ട്രീയ വിഷയം ഹൂത്തികളായിട്ട്, അതായത് യമനിലെ വിമതപക്ഷവും അമേരിക്കയെ ഇറാനെ പിന്തുണക്കുന്ന ഷിയ മിലീഷ്യകളുമായിരിക്കുന്ന വിഭാഗവുമായിട്ട് സൗദി അറേബ്യ നേരിട്ട് ഇപ്പോൾ ഉടക്കിയിരിക്കുന്നു. ഇപ്പോൾ അവരുടെ കടൽ മേഖലയിൽ സൗദി അറേബ്യയുടെ കപ്പൽ പ്രവേശിക്കുന്നത് നിരോധിച്ചു കൊണ്ടുള്ളൊരു ഉത്തരവ് വന്നിരിക്കുന്നു. ഇതോടെ 2 കപ്പലിനെ സൗദി അറേബ്യ തിരിച്ചു വിളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത്. അങ്ങനത്തെ റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഒന്നുകൂടി സംഘർഷം രൂക്ഷമാകുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ യുദ്ധമുഖത്താണ് ഇറാനുള്ളത്. ഇറാൻ ഇപ്പോൾ മറ്റേതെങ്കിലും അറേബ്യൻ രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമാണ്, വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അവരുമായിട്ട് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരുടെ മാരക തിരിച്ചടിക്ക് മുമ്പിൽ വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടും എന്നൊരു സ്ഥിതിയും നിലനിൽക്കും. അപ്പോൾ ഇറാനുമായിട്ട് ഇപ്പോൾ അമേരിക്ക യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് ഒരു രാജ്യവും പിന്തുണ നൽകാത്തൊരു സ്ഥിതി ഉണ്ടാവും. അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. ഈ സാഹചര്യ അവസ്ഥകൾക്ക് മാറ്റം വരണമെങ്കിൽ സൗദി അറേബ്യയുടെ കയ്യിൽ ആണവായുധം ഉണ്ടായിക്കഴിഞ്ഞാൽ സൗദി അറേബ്യ ഏതെങ്കിലും തരത്തിൽ ഭീഷണിപ്പെടുത്തുകയോ വിഷയങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇടപെടാൻ വേണ്ടിയിട്ട് സൗദിക്ക് സാധിക്കും. കാര്യം ആണവായുധമുണ്ടെങ്കിൽ. അപ്പോൾ മുൻപത്തെ പ്രസിഡന്റുമാരും ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപും യുദ്ധി അവസാനിപ്പിക്കുകയും ഇത് ഒരു തരത്തിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്ത അതേ പ്രസിഡന്റാണ് ഇപ്പോൾ നിലവിൽ സൗദി അറേബ്യയുടെ ഇങ്ങോട്ട് പിടിച്ചിട്ട് ചങ്ങാത്തം കൂടിയിട്ട് പറയുന്നത് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ നിങ്ങൾക്ക് നൽകാൻ തയ്യാറാണ്. ആണവായുധമല്ല, ശരിക്കും പറഞ്ഞാൽ ആണവോർജ്ജമാണ്. ഈ ആണവോർജ്ജത്തിൽ നിന്നാണ് ആണവായുധം ഉണ്ടാക്കുന്നത്. സമ്പുഷ്ട യുറേനിയം ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പോൾ ഇറാൻ്റെ കൈവശത്തിൽ 60% യുറേനിയം ഉണ്ട് എന്ന് പറയുന്നു. അത് 90% ഓട്ടോമാറ്റിക്കായിട്ട് അത് ആണവായുധമായിട്ട് മാറും. ഈ 90% എന്ന് പറയുന്ന സമയത്ത്
നമ്മൾ സാധാരണ എണ്ണി വരുന്ന സമയത്ത് 60, 61, 62 അങ്ങനെ 90 അങ്ങനെയല്ല. യുറേനിയത്തിൻ്റെ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ 10, 30, 90, 10, 30, 60, 90 അങ്ങനെയാണ്. സ്റ്റെപ്പായിട്ട് കയറുന്ന സമയത്ത് 60 കഴിഞ്ഞാൽ 90ലേക്കാണ് പോകുന്നത്. എന്നാൽ ഇറാൻ്റെ കൈവശത്തിൽ അത് ഉണ്ട് എന്നും പറയുന്നു. അത് പിന്നെ കൃത്യമായിരിക്കുന്ന തെളിവ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്നതിനാൽ അതേക്കുറിച്ച് പിന്നീട് വലിയ ചർച്ചാ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കുന്ന സമയത്ത് വലിയ രീതിയിലെ ഭയപ്പാട് അമേരിക്കക്ക് കുടുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് കരകയറാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പം നിലവിൽ ഓരോരോ ഘട്ടത്തിലും അമേരിക്ക പ്രയോഗിക്കുന്നത് എന്ന് ചുരുക്കം.